കഴിഞ്ഞ ദിവസം നടി നവ്യ നായർ ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസംഗം വളരെയധികം വൈറലായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ അതേ ഉദ്ഘാടനത്തിനിടയിൽ വേദിയിൽ വെച്ച് നവ്യയ്ക്കൊരു വലിയ അബദ്ധം സംഭവിച്ചിരിക്കുന്നു എന്നതാണ് കാണാൻ സാധിക്കുന്നത്. പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ആ വീഡിയോ ആണ് കാണുന്നതും. നവ്യ വിയർത്ത് കുളിച്ചിരിക്കുന്ന സമയത്ത് മുഖം ഒരു ടിഷ്യൂ കൊണ്ട് ഒപ്പിയെടുക്കുന്നതിനു പകരം ടിഷ്യൂ വച്ച് തുടച്ചപ്പോൾ അത് മുഖത്തൊട്ടിയിരിക്കുകയും ആകെ പ്രശ്നമാവുകയും ചെയ്യുകയാണ് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടി നവ്യയും നവ്യയുടെ തൊട്ടരികിലിരുന്ന വ്യക്തിയും കൂടി വേദിയിൽ വെച്ച് തന്നെ മുഖത്തെ ടിഷ്യൂ എല്ലാം തന്നെ മാറ്റിക്കളയുന്നത് കാണാൻ സാധിക്കുന്നു. എല്ലാവർക്കും ഇത്തരത്തിൽ അബദ്ധം പറ്റാറുണ്ട്. മുഖത്ത് ഒരുപാട് നനവുകൾ ഉള്ളപ്പോൾ നമുക്ക് ടിഷ്യൂ ഉപയോഗിക്കുമ്പോൾ അതിൽ ചില വെള്ള പ്രതലങ്ങൾ അതിൽ പറ്റിപ്പിടിച്ചിരിക്കും. മുഖത്ത് അങ്ങനെ തന്നെ ഇരിക്കും. അത് നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെയും കാണാൻ സാധിക്കുന്നത്. പ്രേക്ഷകരും ഇത് തന്നെയാണ് പറയുന്നത്. ഓരോ തവണയും പ്രേക്ഷക പ്രീതിയോടെ തന്നെ ഇത് മുന്നേറുന്ന ഒരു വാർത്തയായി മാറാനുള്ള കാരണവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ച ചെയ്യാനുള്ള കാരണവും ഇത് തന്നെയാണ് എന്ന് പറയാം. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ഇങ്ങനത്തെ വാർത്തകൾ കേൾക്കാനും സംസാരിക്കാനും ഒക്കെയും. ഇപ്പോൾ കൊടും ചൂടിൽ നവ്യയ്ക്ക് കിട്ടിയ ഒരു ഉഗ്രൻ പണിയാണ് വീഡിയോ സഹിതം പുറത്തു വന്നിരിക്കുന്നത്. വീഡിയോ ഒന്നും പുറത്തു വരാതെ മാക്സിമം നോക്കിയിട്ടുണ്ടാകും. പക്ഷേ അവിടെ എത്തിയ മാധ്യമങ്ങളാണ് ഈ വീഡിയോ പകർത്തിയത്. ഇതിൽ വലിയ കാര്യം അല്ലെങ്കിൽ വാർത്താ പ്രാധാന്യമായി ഒന്നുമില്ലെങ്കിലും നവ്യയ്ക്ക് അത്തരത്തിലൊരു അബദ്ധം പറ്റിയപ്പോൾ അടുത്തിരുന്ന ആളുടെ സഹായം ചോദിച്ച് നവ്യ അത് ശരിയാക്കുന്നത് കണ്ടപ്പോൾ വീഡിയോ എടുത്തു എന്നത് മാത്രമാണ് അവർക്ക് പറയാനുള്ളത്. ആ വീഡിയോ ഇത്ര വേഗം പ്രേക്ഷകർ കാണുമെന്നും കരുതിയില്ല. ഇത്രയും അധികം ആളുകൾ ആ ഒരു ക്യാപ്ഷൻ വായിച്ച് സോഷ്യൽ മീഡിയയിൽ ഇതിപ്പോൾ വൈറലാക്കുകയാണ് എന്ന് തന്നെ പറയാം. നവ്യയുടെ അരികിൽ വളരെയധികം സ്നേഹത്തോടെ വരുന്നവരാണ് ഭൂരിഭാഗം പേരും. കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസംഗത്തിൽ പോലും അവിടെ നിന്ന് ആളുകളെക്കുറിച്ചായിരുന്നു നവ്യ ഏറ്റവും കൂടുതൽ സംസാരിച്ചത്. എനിക്ക് ലേറ്റാകാം, അല്ലെങ്കിൽ എനിക്ക് ഒരു നീണ്ട പ്രസംഗം നടത്താം, കാരണം ഞാൻ പൈസ വാങ്ങിച്ചിട്ടാണ് ഞാനിവിടെ ഉദ്ഘാടനത്തിന് എത്തിയത്. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല. എന്നെ കാണാനും എന്നോട് സംസാരിക്കാനും ഫോട്ടോ എടുക്കാനുമായിരിക്കും വന്നിട്ടുണ്ടാവുക. ഈ ചൂടത്ത് എന്നെ കാണാൻ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ബഹുമാനിക്കണം. അതുകൊണ്ട് ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ ഒരുപാട് വലുതാക്കുന്നില്ല. ഞാനിവിടെ എൻ്റെ പ്രസംഗം ചുരുക്കുകയാണ്. അതാണ് എൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ കുറച്ചൊക്കെ വെയിൽ കൊള്ളണം, അല്ലെങ്കിൽ ഞാൻ കുറച്ചൊക്കെ ചൂട് സഹിക്കണം. അത് എൻ്റെ ജോലിയുടെ ഭാഗമാണ്. ഈ പൈസ വാങ്ങിയിട്ടാണ് ഞാനിവിടെ വന്ന് ജോലി എടുക്കുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ട് ഏറെയും മനസ്സിലാകുന്നത്. ആ ചൂടെല്ലാം അവഗണിച്ച് ഇവിടെ നിൽക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെ വയസ്സായവരുൾപ്പെടെ ഉണ്ട്. അവരെല്ലാവരെയും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളോട് എല്ലാവരും ഞാൻ എങ്ങനെ നന്ദി പറയണമെന്നും അറിയില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി ഇത്രയും നേരം കാത്തു നിന്നതിനും നന്ദിയുണ്ട്. എന്നെപ്പോലെയല്ല നിങ്ങൾ. ഈ ഒരു കൂളിംഗ് ഗ്ലാസ് വച്ചിരിക്കുന്നത് പോലും ഞാൻ ചൂട് തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ എൻ്റെ അമ്മയുടെ പ്രായമുള്ളവർ പോലും ഇവിടെ വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ ഇതൊക്കെ ഞാൻ അല്പം സഹിക്കേണ്ടതാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നു. ജാട കൊണ്ട് കൂളിംഗ് ഗ്ലാസ് വെച്ചതല്ല എന്ന് നവ്യ എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ ചിലർക്ക് തോന്നാം. അങ്ങനെ പല വീഡിയോകളും ഞാൻ കണ്ടിട്ടുണ്ടെന്ന് നവ്യ കൂട്ടിച്ചേർക്കുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.